عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിനെ സദാ സൂക്ഷിച്ചും പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചും തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യും. മരണം വരെ തഖ്വ നിലനിർത്തി യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ, മുത്തഖികളായി മരണം വരിക്കാൻ, മുത്തഖികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം ഇതുപോലെ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് വർത്തമാനകാലത്ത് ലോക മുസ്ലിം ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന എന്നെക്കാൾ നന്നായി ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യവുമുള്ള നമുക്കൊരോരുത്തർക്കും അറിയാം. ലോകാടിസ്ഥാനത്തിൽ മാത്രമല്ല, നമുക്കറിയാം ഫലസ്തീൻ എന്ന ഒരു ജനതയാണ് ഇപ്പോഴത്തെ അല്ല എപ്പോഴും 7 പതിറ്റാണ്ടുകളായി. അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ അതല്ല നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിനകത്തൊക്കെ വല്ലപ്പോഴുമൊക്കെയായി സംഭവിക്കുന്ന സംഭവങ്ങളും ഈ അനുബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വല്ലാത്ത ചില കാര്യങ്ങളെ പറ്റിയുള്ള സൂചനകളാണ്. ഈ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് നടത്തിയ ഒരു പ്രവചനമാണ് വാസ്തവത്തിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയിലൂടെ, അതല്ലെങ്കിൽ ആ കാഴ്ചയാണ് നമ്മൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ള പറഞ്ഞ ഒരു വാചകം ഇമാം അബൂദാവൂദ് റഹിമഹുല്ല തൻ്റെ സുനനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകനിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, എല്ലാ സമുദായങ്ങളും ഈ ഉമ്മത്തിനു നേരെ പരസ്പരം കൈകൾ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസ്അതിഹ.
വിശന്ന് ആർത്തിയോടെ വലഞ്ഞു നിൽക്കുന്ന, നാളുകളായി ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞ ആളുകൾക്ക് മുന്നിൽ വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം നിറച്ചൊരു തളിക വെച്ചാൽ ആ ആളുകളെ ഒരുമിച്ച് ആ ഭക്ഷണത്തളികയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കോ അതുപോലെ ആ ഭക്ഷണത്തളികയിലേക്ക് ആർത്തിയോടെ കൈകൾ നീട്ടുന്നത് പോലെ മറ്റു സമൂഹങ്ങളൊക്കെയും എൻ്റെ ഉമ്മത്തിനു നേരെ കൈ നീട്ടുന്ന ഒരു കാലം വരുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനീ പറയുന്ന വാചകങ്ങളെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം, മനസ്സിലൊന്ന് വിഭാവന ചെയ്യുക. വിശന്ന് വലഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ അവരുടെ ക്ഷമയുടെ എല്ലാ നെല്ലിപ്പലകകളും അവസാനിക്കുന്ന സമയത്ത് ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ തളിക വെച്ച് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് മൂളയുള്ള മനുഷ്യന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ അവസ്ഥ എൻ്റെ ഉമ്മത്തിനു നേരെ മറ്റു ഉമ്മമുകളിൽ നിന്നുണ്ടാകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അദ്ദേഹം പറയാണ്, സദസ്സിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു എന്നാണ്. ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, റസൂലേ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കോ? ഞങ്ങൾ എണ്ണത്തിലും വണ്ണത്തിലും കുറവായി പോകുന്നത് കൊണ്ടാണോ മറ്റുള്ളവരെല്ലാവരും കൂടി ഇങ്ങനെ കൈകൾ ഞങ്ങൾക്ക് നേരെ നീട്ടുന്നൊരു സാഹചര്യം വരുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീറുൻ, അന്ന് നിങ്ങൾ എണ്ണത്തിലും വണ്ണത്തിലും അംഗസംഖ്യയിലും നിങ്ങൾ ധാരാളമായിരിക്കും, കുറവൊന്നുമല്ല. അടയാളപ്പെടുത്തുമാറുള്ള, എഴുതാൻ മാത്രം പോന്ന സംഖ്യക്കുള്ള ആളുകൾ നിങ്ങൾ ഉണ്ടാകുമെന്ന്. പിന്നെന്തേ ഇങ്ങനെ സംഭവിച്ചത്? റസൂലുള്ളാഹി പറഞ്ഞു, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. ഇതൊരു പ്രഭാഷണമായി നിങ്ങൾ മനസ്സിലാക്കരുത്. എൻ്റെ മനസ്സിനുള്ളിൽ എനിക്ക് ബോധ്യപ്പെട്ട തികഞ്ഞ ബോധ്യമുള്ള ചില റസൂലുള്ളാഹിന്റെ വചനങ്ങളും ഖുർആന്റെ ആയത്തുകളും എൻ്റെ കൽബിൽ നിന്ന് നിങ്ങളുടെ കൽബിലേക്ക് നിങ്ങളുമായി സംവദിക്കുന്ന വാചകമായിട്ട് നിങ്ങൾ കാണാവൂ ഇതിനെ. റസൂൽ പറഞ്ഞത്, അംഗസംഖ്യയുള്ള, അംഗബലമുള്ള, എണ്ണത്തിലും വണ്ണത്തിലും പോകുന്ന ഈ ഉമ്മത്തിന് നേരെ മറ്റുള്ളവർ കൈവെക്കാൻ, കൈ നീട്ടാനുള്ള കാരണം വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. മലയാളത്തിൽ ഞാൻ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു നീരസകം എന്നോട് തോന്നും. പക്ഷെ റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്, ഹബീബായ റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഏത് വാക്ക്? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വന്നജ്മി ഇദാ ഹവാ ഓതിയ വചനങ്ങളാണ്, ഓതാറുള്ള വചനങ്ങളാണ്. അതിന്റെ തുടക്കഭാഗത്ത് അല്ലാഹ് പറയുന്നത് വമാ യൻതിഖു അനിൽ ഹവാ, ആ റസൂലുള്ള സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒരിക്കലും ദീൻ പറയാറില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, രാജാതിരാജനായ റബ്ബിൽ നിന്ന് റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഇറക്കപ്പെടുന്ന വഹ്യല്ലാതെ റസൂലുള്ളാഹി സംസാരിക്കാറില്ല. അള്ളാഹുവിന്റെ സർട്ടിഫിക്കേഷനോട് കൂടിയല്ല, അല്ലാതെ റസൂൽ സംസാരിക്കൂല. ആ റസൂല പറഞ്ഞത്, അന്ന് നിങ്ങൾ ഒരുപാടുണ്ടാവും, പക്ഷെ ആ ഒരുപാടുള്ള നിങ്ങളെ കുഴപ്പം എന്താണെന്നറിയോ? വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. നല്ലൊരു മഴ ഇങ്ങനെ കുത്തിയൊലിച്ച് നല്ല വെള്ളമുള്ള ജലഭാരമുള്ള മേഘങ്ങളിൽ നിന്ന് വെള്ളം കുത്തിയൊഴുകി മഴവെള്ളം ഇങ്ങനെ ഓവുചാലുകളിലൂടെ, അരുവികളിലൂടെയൊക്കെ, ഓടകളിലൂടെയൊക്കെ കുത്തി ഒഴുകി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ വെള്ളത്തിന്റെ കുതിച്ചുപോക്കിൽ അസ്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ട് ആ വെള്ളത്തിന്റെ കൂടെ ഒഴുകുന്ന ചപ്പുകൾ, ചവറുകൾ, ചണ്ടികൾ ഉണ്ടാവും. അതിന് സ്വന്തമായി നിയന്ത്രിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. വെള്ളം ഏത് ഗതിയിലേക്ക്, ഏത് പൊസിഷനിലേക്ക്, ഡയറക്ഷനിലേക്ക് ഫോഴ്സോട് കൂടി ഒലിച്ചു പോകുന്നുവോ ആ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ കൂടെ ഒഴുകാൻ മാത്രമുള്ള ശേഷിയെ ആ ചവറുകൾക്ക്, ആ ചണ്ടികൾക്ക് ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി ഉപമിച്ചത് ഗുസാഉൻ കഗുസാഇസ് സൈൽ. ഒരു പദത്തിൽ ഒരു ഹർഫിന് പോലും ഞാൻ അർത്ഥം മാറ്റുന്നില്ല, നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. ആ മഴവെള്ളപ്പാച്ചിലെ പ്രളയത്തിലെ സെയിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അമിതമായ ഒഴുക്കിനാണ്, ഫ്ലോക്കാണ് സെയിൽ എന്ന് പറയാം. അതിലെ ആ ചവർ ചണ്ടികളെ പോലെയായി എൻ്റെ ഉമ്മത്ത് അധപ്പതിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തിത്വം നഷ്ടപ്പെടും, ഐഡന്റിറ്റി നഷ്ടപ്പെടും, കൾച്ചറൽ ഐഡന്റിറ്റി, ഷഖ്സിയത്ത്, സഖാഫിയത്തു ഷഖ്സിയ,
മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസപരമായ, സ്വഭാവപരമായ, ആരാധനാപരമായ, സംസ്കാരപരമായ ഉമ്മത്ത് നിലനിർത്തേണ്ട, ഉമ്മത്തിൽ നിഴച്ചു നിൽക്കേണ്ട ഐഡന്റിറ്റികൾ, അസ്തിത്വവും വ്യക്തിത്വവും ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോകും. അസ്തിത്വ പ്രതിസന്ധി അനുഭവിക്കുന്ന ഉമ്മത്തായി മാറും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാത്രമല്ല, വല യൻസിഅന്ന അല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും. ഈ ഉമ്മത്ത് ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഉമ്മത്തിന് നേരെയൊക്കെ കൈവെക്കണമെന്ന് ആഗ്രഹമുള്ള ശത്രുക്കളൊക്കെ ഈ ഉമ്മത്തിന്റെ കാലം മുതലുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ സമൂഹത്തിനോട് ശത്രുത വെച്ച് പുലർത്തിയ ആളുകളുടെ ശത്രുക്കളുടെ ചരിത്രം, നിങ്ങൾ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചു നോക്കേ. എന്ന് ഈ ഇസ്ലാം തുടക്കം കുറിക്കപ്പെട്ടോ അന്നു മുതൽ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, അതല്ല ഇസ്ലാമിക പ്രസ്ഥാനത്തിന്, പ്രവാചകന്മാരിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തിലെ മനുഷ്യ സമുദായത്തിന്റെ തുടക്കം മുതൽ അല്ലാഹ് ആരംഭിച്ച ഈ മതത്തിന് ശത്രുത നിലനിന്നിട്ടുണ്ട്. ശത്രുക്കളില്ലാത്ത ഒരു കാലഘട്ടം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അന്യമാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ബദഅൽ ഇസ്ലാമു ഗരീബൻ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള ഇസ്ലാം എന്ന മതം ഗരീബായ, സ്ട്രെയിഞ്ചായ, അപരിചിതമായ അവസ്ഥയിലാണ് തുടങ്ങിയത്. വസയഊദു കമാ ബദഅ, ഈ ദീനിന്റെ പ്രത്യേകത തുടങ്ങുമ്പോൾ എത്രത്തോളം അപരിചിതമായിരുന്നോ അതേ അവസ്ഥയിലേക്ക് ഈ ദീൻ മടങ്ങിപ്പോകും. അല്ലാഹു റസൂൽ പറഞ്ഞു, വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. അതായത് ഇസ്ലാം അതിൻ്റെ പേരിലും സ്വഭാവത്തിലും ആശയത്തിലും ആദർശത്തിലും അനുഷ്ഠാനങ്ങളിലും ഉറച്ചു നിൽക്കുന്ന യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ വക്താക്കളായ ആളുകൾ അവസാന കാലം നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ച കൺവേർട്ടഡായ ആളുകളുടെ പഠനങ്ങളുണ്ട്. അവർ ബൈബിളും മറ്റുമൊക്കെ അതിൽ അസ്വാഭാവികതകൾക്ക് മറ്റേ ക്രിട്ടിസൈസ് ചെയ്തിട്ടും അനലൈസ് ചെയ്തിട്ടും അവസാനം അതിൻ്റെ ഫൈനൽ സൊല്യൂഷനിലേക്ക് അവരെത്തിയതാണ്. മേരി എന്ന വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ പഠനത്തിലൂടെ ചരിത്രപരമായ പൊരുത്തക്കേടുകളിൽ നിന്ന് ഒരു അന്തിമമായ പരിഹാരം തേടി വേദഗ്രന്ഥങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ അവർ എത്തിച്ചേർന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആഴമേറിയ മൊഴിമുത്തുകളിലൂടെയാണ്. എന്നിട്ട് അവർ ലോകം കറങ്ങിയതാണ് ഇസ്ലാമിനെ പറ്റി അന്വേഷിക്കാൻ, മതങ്ങളെ പറ്റി അന്വേഷിക്കാൻ. എന്നിട്ട് അവർ പറഞ്ഞു, എനിക്ക് മനസ്സിലായി യഥാർത്ഥമായ ദീൻ, മതം എന്നത് ആത്മീയവും ഭൗതികവും വൈജ്ഞാനികവും സാംസ്കാരികവുമായിട്ടുള്ള സ്വഭാവപരമായുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും ടച്ച് ചെയ്യുന്ന ഒരു പരിഹാര മാർഗം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമുള്ളൂ. പക്ഷേ എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ആ പറയപ്പെടുന്ന വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ ഞാൻ കണ്ടില്ല എന്ന് അവർ പറഞ്ഞു. അതനുസരിച്ച് ജീവിക്കുന്നവരെ ഞാൻ കണ്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ യബ്ഖൽ ഇസ്ലാമു ഇല്ല ഇസ്മുഹു, ഇസ്ലാം അതിൻ്റെ പേരിൽ മാത്രമായി അവശേഷിക്കുന്ന ഒരു കാലം വരും. ഇസ്ലാം എന്ന പേരുണ്ടാകും. പക്ഷെ ജീവിക്കുന്ന മനുഷ്യരിൽ ഇസ്ലാമിന്റെ അംശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണെന്ന് സംഭവിക്കുക? മഴവെള്ളപ്പാച്ചിലെ ചപ്പു ചവറ് ചണ്ടികൾക്ക് സമാനമായി ഈ ഉമ്മത്ത് അധപ്പതിക്കുന്ന കാലം വരുമ്പോഴാണ് ശത്രുക്കളായ ആളുകൾ ഭക്ഷണത്തടികയിലേക്ക് ആർത്തിയോടെ കൈകൾ നീട്ടുന്ന സാഹചര്യം ഉണ്ടാകുക ഈ ഉമ്മത്തിന് നേരെ. റസൂലുള്ളാഹി പറഞ്ഞു, ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിനോളം പഴക്കണ്ട് ശത്രുക്കൾക്ക്, ഇസ്ലാമിനോളം പഴക്കണ്ട്. എന്നിട്ട് എന്തേ ഈ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളിലൂടെ ഈ ദീൻ ഇങ്ങനെ കൈമാറി പ്രതിസന്ധികളിലൂടെ, അതിന്റെ കൽപദങ്ങളിലൂടെ, പ്രവാചകന്മാരുടെ കാൽപാദങ്ങളേറ്റ് വർഷങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് പ്രവാചക പരമ്പര, ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക പരമ്പരക്ക് വിരാമം കുറിച്ച ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ആ പ്രവാചക പരമ്പര നീണ്ടു നിന്നു. ശേഷം സഹാബത്തിന്റെ കാലമുണ്ടായി, താബികളുടെ കാലമുണ്ടായി, താബികളുടെ കാലമുണ്ടായി.
ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിന്റെ മുന്നോടിയായിട്ടുള്ള തലമുറകളിൽ, നൂറ്റാണ്ടുകളിൽ താർത്താറികളുടെയൊക്കെ അതിക്രമങ്ങളുടെയൊക്കെ ചരിത്രം നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ഇത്രയും പ്രതിസന്ധികൾക്ക് നടുവിൽ ഈ ഒരു ഇസ്ലാം എന്ന സന്ദേശം എങ്ങനെ കൈമാറപ്പെട്ടു ഭദ്രമായി? അല്ലാഹു പറയാണ്, ശത്രുക്കൾ ഉണ്ടാകും, പക്ഷെ ശത്രുക്കളുടെ ഉള്ളിൽ അള്ളാഹു ഒരു മഹാബത്ത് ഇട്ടുകൊടുക്കും. ഇതിനെതിരെ കൈവെക്കാൻ വരുന്നവൻ, ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവന്റെ ഉള്ളിലും ഒരു ഭയം, ഒരു പേടി, അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. അല്ലാഹു പറയാണ്, അള്ളാഹു ഇട്ടുകൊടുത്ത ആ മഹാബത്ത് അള്ളാഹു തന്നെ എടുത്തു മാറ്റും. റസൂൽ പറഞ്ഞ വാചകമാണ്, നിങ്ങൾ ശരിക്ക് ചെവി കൊണ്ടല്ല കേൾക്കേണ്ടത്, ഖൽബ് കൊണ്ട് കേൾക്കണം. അല്ലാഹു പറയാണ്, വലയൻസിഅന്ന അല്ലാഹു മിൻ സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും. ഈ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുണ്ടാകുന്ന ശത്രുക്കളുടെ ഉള്ളിലെ പേടി, ഈ ദീനിന്റെ അന്തസത്ത എന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവോ അന്ന് നിങ്ങളെക്കുറിച്ചുള്ള ആ സീരിയസ്നെസ് അവരുടെ മനസ്സിൽ നിന്ന് അല്ലാഹു എടുത്തു മാറ്റും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലയഖ്ദിഫന്നല്ലാഹ ഫീ ഖുലൂബിക്കുമുൽ വഹൻ. ഉള്ളിന്ന് ദീനിന്റെ, ഇസ്ലാമിക ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, പ്രവാചക സുന്നത്തുകളുടെ, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ നന്മകൾ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ട നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹു ഒരു വഹിനിട്ടു തരും. അല്ലാഹ് നിങ്ങൾക്കറിയോ, ഇത് സഹാബത്തിന് മനസ്സിലായില്ല, എന്താ ഈ പറഞ്ഞതെന്ന്. അവർ ചോദിച്ചു റസൂലുള്ളാഹിയോട്. ചോദിക്കണ ഒരാൾ, വമൽ വഹൻ. വഹൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ രോഗം, ദൗർബല്യം എന്നൊക്കെയാണ് ഇതിന്റെ ശരിക്കുള്ള അർത്ഥം. റസൂലേ, നിങ്ങൾ എന്താ ഈ വഹൻ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കണം? എന്താപ്പാണ് ഈ രോഗം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഈ ഒരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബലക്ഷയം എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു. രണ്ടെണ്ണാണത്, ഒന്നല്ല, രണ്ടെണ്ണമാണ്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അടങ്ങാത്ത പ്രേമം, ഇഷ്ടം. എന്നോടാർക്കും ദേഷ്യം തോന്നരുത്, അള്ളാഹുവിൻ്റെ റസൂലിന്റെ വാചകങ്ങളാണ്. ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള മഹബത്ത്, ഇഷ്ടം, പ്രേമം, താല്പര്യം. ശരിക്കും ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനോട് നിങ്ങൾ ദുനിയാവിനെ ഇഷ്ടപ്പെടാമെന്ന് ഞാൻ പറയില്ല, ദുനിയാവിനെ ഇഷ്ടപ്പെടാമെന്ന് പറയില്ല. പകരം നമ്മൾ ഇവിടെ കാലം കഴിച്ച് കെട്ടിക്കൂടി ജീവിച്ചിട്ടുള്ള ആൾക്കാരല്ല. നമ്മളൊരു പോണ പോക്കിൽ വന്നു കയറിയ ആൾക്കാരവിടെ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തോട്ടും ഇങ്ങോട്ട് വന്ന് മരിക്കണ വരെയുള്ള ഒരു വീട്ടിന്റെ ഒരു ഡോറിന്റെ ഉള്ളിലുള്ള താൽക്കാലികമായ ദുനിയാവിലെ ജീവിതം ജീവിച്ചു തീർക്കാമെന്നവരാ. അതെന്ത് ജീവിതം? ഏത് ജീവിതം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾക്ക് ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഭൂമിയുടെ കാഴ്ചകൾ കാണുന്ന ജന്മം നൽകി, കണ്ണടച്ചു മരിച്ചു പോകുന്ന മരണമെന്ന വാതിലിലൂടെ ഒരിക്കലും അവസാനിക്കാത്ത, അറ്റമില്ലാത്ത ലോകത്തേക്ക് പ്രവേശനം നൽകുന്നത് അതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഏതു പരീക്ഷണമാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ പരീക്ഷണത്തിന്റെ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് എന്നറിയാനാണ്. ഏറ്റവും കൂടുതൽ ജീവിച്ച, നമ്മുടെ ഭാഷയിൽ സഞ്ചരിച്ചതാരാന്നറിയാനല്ല. ഏറ്റവും നല്ല പ്രവർത്തനം മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അക്സറു അമല എന്നല്ല, ഏറ്റവും അധികം പ്രവർത്തിച്ചത് ആരാണെന്നറിയാനല്ല. അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, ഏറ്റവും നല്ല അമലുകൾ ചെയ്തവരാരാണെന്നറിയാൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ആ കഹ്ഫിന്റെ അവസാന വാചകം അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു പറയുകയാണ്, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി. തന്റെ റബ്ബിനെ ഒരായുഷ്കാലം ആ റബ്ബിന്റെ നാമം ഉച്ചരിച്ച് ലോകാധിനാഥനായ റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബേ, എന്റെ ഭാര്യയെക്കാൾ, എന്റെ മക്കളെക്കാൾ മഗ്രിബ് നമസ്കാരത്തിലും റബ്ബിനോട് പറഞ്ഞത് അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ. എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ സന്താനങ്ങള്, സാഹചര്യങ്ങള്, ചുറ്റുപാടുകൾ, വാഹനങ്ങള്, സൗകര്യങ്ങള്, എനിക്ക് ജന്മം നൽകിയ എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ ജ്യേഷ്ഠാനിയന്മാരെക്കാൾ ഈ ദുനിയാവിൽ എനിക്ക് ആരൊക്കെയുണ്ടോ അവരെക്കാളൊക്കെയും എനിക്ക് വലുത് റബ്ബേ നീയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ വാക്കിനെ കുറച്ചുകൂടി വിശദീകരിക്കുകയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ.
ഈ കാണുന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാണോ അവന്റെ നേരെ ഞാനിതാ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു. ഇന്ന സ്വലാത്തി, ഞാൻ നമസ്കരിക്കുന്ന ഈ നമസ്കാരമുണ്ടല്ലോ, വനുസുഖി, എന്റെ ബലികർമ്മങ്ങളുണ്ടല്ലോ, വമഹ്യായ വമമാതി, എന്റെ ജീവിതം തന്നെ, എന്റെ മരണവും ആ മരണത്തോടെ ആരംഭിക്കുന്ന ജീവിതം മുഴുവൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവേ നിനക്കാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് അവസാനിക്കേണ്ടതില്ല. സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയ പിന്നെ അള്ളാഹിനോട് പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ഇതൊക്കെ അള്ളാനെയാണ് വിശേഷിപ്പിക്കുന്നത്, അള്ളാനെയാണ് മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമസ്കാരം ഒരു അടിമ തന്റെ റബ്ബിനോട് നടത്തുന്ന സ്വകാര്യ സംഭാഷണമായി മാറുന്നത്. എന്താ ഈ സ്വകാര്യ സംഭാഷണം? എന്താ അഭിമുഖ സംഭാഷണം? അഭിമുഖ സംഭാഷണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും പറയണം, കേൾക്കുന്ന ആൾ തിരിച്ച് ഇങ്ങോട്ടും പറയണം. നിസ്കാരം അങ്ങനെ ആവണത്? നമുക്ക് തോന്നും നമ്മൾ വൺ സൈഡ് അല്ലേ, ഇതൊക്കെ നമ്മളല്ലേ പറയണത്, അവിടുന്ന് ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. വരുന്നുണ്ട്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് ഇദാ ഖാമ അഹദുക്കും ലിയുസല്ലി, നമസ്കരിക്കാനായി ഒരു അടിമ വുളൂ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കാൽപാദങ്ങൾ വെച്ച്, എന്തിനാ ഇറങ്ങണത്, എന്തിനാ പോകണത്, എന്തിനാ ഒന്നെടുക്കണത്? ഓഫീസിൽ നിന്ന് ബാങ്ക് കേട്ടാൽ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ, വീട്ടിൽ നിന്ന് ബാങ്ക് കേട്ടാൽ, മറ്റു തിരക്കിൽ നിന്നൊക്കെ നിർത്തി പള്ളിയിലേക്ക് കയറുന്ന എന്തിനാ? എൻ്റെ റബ്ബുമായി എനിക്ക് മുനാജാത്ത് നടത്തണം, എൻ്റെ റബ്ബിനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം, അതിന് പോകുക. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്. ഓൻ പറയാണ് ഫഇദാ ഖാലൽ അബ്ദു, അടിമ പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹുവിൻ്റെ ജവാബുണ്ടാവും. ഹമിദനി അബ്ദി, എൻ്റെ അടിമത എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയും മജ്ജദനി അബ്ദി അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ പ്രശംസിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹിനോട് പറയാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിന്റെ മുമ്പിൽ എന്റെ മുഖത്തും തിരിച്ചു വച്ച് ഈ നമസ്കാരങ്ങളും എന്റെ സകല ആരാധനകളും എന്റെ ജീവിത മരണം വരെ നിനക്ക് മാത്രമാണെന്ന് പറഞ്ഞ് നിന്നെക്കാൾ വലുതെനിക്കു മറ്റാരുമില്ലെന്ന് ഉറപ്പ് നൽകി അള്ളാഹിനോട് പറയുന്നു ഇയ്യാക നഅ്ബുദു, നിനക്കു മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, വ ഇയ്യാക നസ്തഈൻ, ഈ ജീവിതത്തിന്റെ ദശാസന്ധികളിൽ സഹായം ആവശ്യപ്പെട്ട് റബ്ബേ നിന്റെ മുന്നിലല്ലാതെ നിന്നോടല്ലാതെ മറ്റൊരാളോടും ഞാൻ സഹായം തേടൂല റബ്ബേ. നോക്കൂ നിങ്ങൾ, ഇത് മുഴുവൻ അള്ളാഹിനോടാ, ഇത് മുഴുവൻ റബ്ബിനോടാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ചുരുക്കം, ഇങ്ങനെ ഒരു അടിമ തൻ്റെ റബ്ബിനോട്, രക്ഷിതാവിനോട് അത്രയധികം കടപ്പെട്ട് നിൽക്കുന്നവനാണ് റബ്ബിനോട് തൻ്റെ അടിമ. ദുനിയാവിലെ അതുകൊണ്ടാണ് പറഞ്ഞത്, ദുനിയാവ് എന്ന് വെച്ചാൽ അവന് മരിക്കുന്നത് വരെയുള്ള ഒരു കാലയളവാണ് ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചത്. നമ്മളിവിടെ ശാശ്വത കാലം വസിക്കാമെന്ന ആൾക്കാരല്ല സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇത് നമ്മൾ ആരാ ഇത് കേൾക്കാത്തത്? നമുക്ക് ആർക്കത് അറിയാത്തത്? അള്ളാഹ് നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചു വെച്ചതാ. നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇന്ന അഹദക്കും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ 40 യൗമൻ 40 ദിവസം നിങ്ങൾ പിന്നിട്ടാൽ റസൂൽ പറയാണ് ആദ്യം ഒരു നുത്തുഫയാകും, ഒരു അലക്കയാകും. അലക്ക എന്ന് വെച്ചാൽ രക്തക്കട്ട എന്നാണ്. പിന്നെ അത് കഴിഞ്ഞാൽ 40 ദിവസം പിന്നെ മുളകയാകും. മുളക എന്ന് വെച്ചാൽ ഒരു ഇറച്ചി കഷ്ണം എന്നാണ്. ആ മുളകയായി കഴിഞ്ഞാൽ ഫയുബ്അസു ഇലൈഹി മലക്കൻ, ഒരു മലക്കിനെ അള്ളാഹു പറഞ്ഞയക്കും. ബി 4 കലിമാത്തിൻ, 4 കലിമാത്തുകളുമായിട്ട്. ആ 4 കലിമാത്തിൽ ഒന്ന് എന്താണെന്നറിയോ? ഈ മനുഷ്യൻ്റെ അജൽ എത്രയാണ് എന്നാണ്. ഇവൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു കടന്ന് ഈ ദുനിയാവിൽ എത്ര കാലം ഇവൻ ജീവിക്കുമെന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട ആയുസ് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ എത്ര കൊല്ലം അവിടെ ജീവിക്കുന്നുള്ളത്. അതാണ് നമുക്ക് ദുനിയാവുമായുള്ള ബന്ധം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി ഉച്ച സമയത്തിന് ശേഷം, ലഹീറത്തിന് ശേഷം
ഒരു ഈത്തപ്പന മട്ടലിൽ കിടന്നുറങ്ങി. ആ ഈത്തപ്പന മട്ടലിനും തൻ്റെ ശരീരത്തിനുമിടയിൽ ഒരു മറയുമില്ലാത്ത വിധം അതിൽ അമർന്നുപോയ തൻ്റെ പുറത്ത് ആ പട്ടയുടെ നാരുകൾ ഓരോന്നോരോന്നായി ചിത്രം വരച്ചതുപോലെ പതിഞ്ഞു കിടക്കുന്ന റസൂലുള്ളാഹിന്റെ പൂമേനി കണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചു ചോദിച്ചു, റസൂലുള്ളാഹ്, ഭൂമിയിലെ സാമ്രാജ്യങ്ങളായ കിസ്റ, കൈസർ ചക്രവർത്തിമാർ പട്ടുമെത്തയിൽ പരവതാനികളിൽ സുഖനിദ്രരായി കിടന്നുറങ്ങുമ്പോൾ ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അഷ്റഫുൽ ഖൽഖ്, ഉത്തമനായ പുരുഷൻ, ഉത്തമനായ മനുഷ്യൻ, പ്രവാചകന്മാരുടെ നേതാവ് കിടക്കുന്നത് പച്ച ഈത്തപ്പനയുടെ മട്ടലിലാണ്. റസൂലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വിരിപ്പൊന്ന് തയ്യാറാക്കി, നിങ്ങളൊന്ന് പറഞ്ഞാൽ, നിങ്ങളെ സമ്മതം ഒന്ന് കിട്ടിയാൽ ഞാനൊരു വിരിപ്പുണ്ടാക്കി അങ്ങക്ക് വേണ്ടിയിട്ട്. എങ്ങനെ ഒരു മുഅ്മിൻ ഇത് സഹിക്കും റസൂലെ? ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം, മാലി വലിദ്ദുനിയ യാ ഉമറു, ഇവിടെ പട്ടുമെത്ത വിരിച്ചു കിടക്കാൻ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉമറേ? അവർക്ക് ദുനിയാവുണ്ട്, വലനൽ ആഖിറ, നമുക്ക് പരലോകമുണ്ട്. കാരണം നമ്മൾ ഒരു യാത്രയിൽ, ദീർഘമേറിയ യാത്രക്കിടയിൽ വെയില് കൊണ്ട് അവശരായി തളർന്നു വരുമ്പോ ഒരൽപ്പം വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ഒരു തണൽ വിരിക്കുന്ന മരത്തിന്റെ, മരുഭൂമിയിലെ നീണ്ട യാത്രക്കിടയിൽ ഒരു മരത്തിന്റെ തണൽ അന്വേഷിക്കുന്നത് സ്വാഭാവികമാണ് അറബികൾ. ആ യാത്രാക്ഷീണം ഒന്ന് അകറ്റാൻ വേണ്ടി മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങിയവന്റെ പോലെയാണ്. ക്ഷീണം മാറി ഉറക്കം കഴിഞ്ഞാൽ ബാക്കി പിന്നെയും കണ്ടിന്യൂ ചെയ്യണം എന്ന അവസ്ഥയാണ് ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ. ഇവിടെ കാലാകാലത്തിന് വിശ്രമത്തിന് വന്നതല്ല ഞാൻ പറഞ്ഞു വന്നത്. റസൂൽ പറഞ്ഞൊരു വാചകമാണ് എൻ്റെ ഉമ്മത്തിന് ബാധിച്ചു പോയത്. അവരുടെ വിശ്വാസത്തിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും അവർ ബഹുദൂരം മറന്നുപോയി, ലക്ഷ്യം മറന്നുപോയവരായി എൻ്റെ ഉമ്മത്ത് മാറുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു വഹിനല്ല ഇട്ടുകൊടുക്കുക. അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തി കളയും. വിശ്വാസ രംഗത്ത് നിങ്ങൾ ആലോചിച്ചോക്ക്, മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ആലോചിച്ചോക്ക്. പള്ളികളിൽ 5 നേരം നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കും, ഹയ്യ അലസ് സ്വലാഹ്, നമസ്കാരത്തിന് വാ, ഹയ്യ അലൽ ഫലാഹ്, ആ നമസ്കാരം നിലനിർത്തുന്നതിലൂടെ നിന്റെ ജീവിത വിജയത്തിലേക്ക് കടന്നു വാ എന്ന് മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കണം. ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു ജാറ മക്കാമുണ്ടെങ്കിലോ മുഴുവൻ ആളും ആ മക്കാമിലിരിക്കും. മക്കാമിൽ ഫുൾ ഹൗസ്ഫുള്ളാ. ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോവാണ്. പള്ളിൻ്റെ അവസ്ഥ എന്താ? അവിടുത്തെ ജമാഅത്തിന്റെ അവസ്ഥ എന്താ? ജുമന്റെ അവസ്ഥ എന്താ? സിനിമ ടാക്കീസുകൾ നോക്കിക്കോ, വലിയ വലിയ ഗാനമേളകൾ നോക്കിക്കോ, അതുപോലെ തന്നെ ആരാധനാലയങ്ങളുമായി നടത്തുന്ന നേർച്ചകൾ, ആഘോഷങ്ങൾ, പൂരങ്ങൾ, ഇങ്ങനത്തെ സദസ്സുകൾ നോക്ക് നിങ്ങൾ. നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്നതിൽ നിന്ന് മഹാഭൂരിപക്ഷം വരുന്നവർ മുസ്ലിം ഉമ്മത്താണ്. വേഷവിധാനങ്ങളിൽ, സ്വഭാവങ്ങളിൽ, കേശാലങ്കാരങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഒരു കോഴിക്കോട്ടുകാരനായി ജീവിതത്തിൽ പരീക്ഷണാടിസ്ഥാനം അല്ലാഹു മാനസികമായി തകരാറ് കൊടുത്തൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ, 2 അക്ഷരങ്ങൾ ചേർത്ത് പറയുന്ന ഒരു മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ മാത്രം അസ്തിത്വം, കൾച്ചറൽ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടവരായി മുസ്ലിം ഉമ്മത്ത് മാറുന്നു എന്നത് ഇതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? നമുക്കിടയിൽ ജീവിച്ചു പോയ ഒരു മനുഷ്യനെ പറ്റി പറയുന്നു, അയാളാണത്ര ലോകം നിയന്ത്രിക്കുന്നത്. അയാളൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ, കണ്ണടച്ചിരുന്നെങ്കിൽ ആകാശത്തിൻ്റെ സ്കൈവേകളിലൂടെ വ്യവസ്ഥയായ ചിട്ടയാർന്ന ആധുനികമായ സംവിധാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമെന്ന് പച്ച മലയാളത്തിൽ മൈക്രോഫോണിൻ്റെ സഹായത്തോടുകൂടെ മനുഷ്യരുടെ ബുദ്ധിയുള്ള മനുഷ്യരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചത് ഇന്നിങ്ങനെ പ്രചരിക്കപ്പെടും സോഷ്യൽ മീഡിയയിലൂടെ. മദ്രസയുടെ ബാലപാഠം മുതൽ ഒരു മുഅ്മിനായ കുട്ടി വായിച്ചു പഠിക്കാൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം
ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. നോക്കണം നിങ്ങൾ, ഇതാരെ പറ്റി നമ്മൾ പറഞ്ഞു പഠിച്ചത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അവനാണ് എന്നും ജീവിക്കുന്നതും എല്ലാറ്റിനും കഴിവുള്ളവനും. ലാ തഅഖുദുഹു സിനതും വലാ നൗം. ഉറക്കമോ മയക്കമോ ബാധിക്കാത്തവൻ അള്ളയാണ്. അള്ളാഹിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വേറൊരു ഭാഗത്ത് അള്ളാഹ് പറയാണ് ഹുബ്ബുദ്ദുനിയ. വഹൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള പ്രേമവും അതുപോലെ തന്നെ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തിനോട് ഒട്ടും ഇഷ്ടമല്ല. കരീഹ എന്ന് പറഞ്ഞാൽ കറാഹത്ത് എന്ന് വെച്ചാൽ ഫിഖിലൊരു മസ്അലയാണ്, ഒരു ഹുക്കുമാണ് കറാഹത്ത്. ചിലപ്പോൾ നിങ്ങൾ ആലിമീങ്ങളോട് ചോദിച്ചാൽ പറയും, അല്ല ഈ സുബൈക്കേശ് ഉറങ്ങൽ എന്താ? അത് കറാഹത്താണ്. ലറൂറത്താണെങ്കിൽ ജായിസാണ്, അല്ലെങ്കിൽ കറാഹത്താണ്. ഇതെന്താ ഈ കറാഹത്ത്? അതൊരു ഹുക്കുമാണ്. കരീഹ എന്ന് വെച്ചാൽ വെറുക്കപ്പെട്ടതെന്ന, അനിഷ്ടകരമെന്നാണ്. അള്ളാഹ് പറയാണ് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടേക്കാരം ഭയങ്കര ഇഷ്ടം. മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന രോഗമാണ് ദുനിയാവിനോട് ഭയങ്കര ഇഷ്ടം. സഹോദരങ്ങളെ, സ്വന്തം ജ്യേഷ്ഠനെ വിശ്വസിച്ചേൽപ്പിച്ച കച്ചവട സ്ഥാപനത്തിൽ നിന്ന് വഞ്ചിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവനായി അവിടുന്ന് ചതിച്ചുകൊണ്ട് ഇറക്കി വിടുന്നത്, അതല്ലെങ്കിൽ നൊന്തു പ്രസവിച്ച ഉമ്മയെ പ്രായപൂർത്തിയായ മകൻ അല്ലെങ്കിൽ മകൾ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലക്കടിച്ചു കൊന്നത് എന്തിനെ പ്രേമിച്ചിട്ടാ? എന്തിനോടുള്ള പ്രേമ? തനിക്കന്നം നൽകാൻ കാരണക്കാരനായ തൻ്റെ ഉടമസ്ഥനായ യജമാനൻ ബോസിനെ നിഷ്കരുണം പറ്റിച്ചു പാപ്പരാക്കി ചതിച്ച് പോകുന്നവൻ വിശ്വസിച്ചേൽപ്പിച്ച പണപ്പെട്ടി അക്കൗണ്ട് അടിച്ചു മാറ്റി പോകുന്നത് എന്തിനിഷ്ടപ്പെട്ടിട്ടാ? എന്തിനോടുള്ള പ്രേമമാണ്? എന്തിനോടാണ് ഇഷ്ടം? വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചിറങ്ങിപ്പോകുന്ന മക്കൾ എന്തിനാ പ്രേമിക്കുന്നത്? എന്തിനാ ഇഷ്ടപ്പെടുന്നത്? ഈ ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ എന്തിനോടുള്ള ഇഷ്ടമാണ്? ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള പ്രേമമാണ്. രണ്ടാമത്തേത് വകറാഹിയത്തുൽ മൗത്ത്, ചെരുപ്പിന്റെ വാറിനേക്കാൾ തന്നോടടുത്തു നിൽക്കുന്ന തൻ്റെ മരണത്തെക്കുറിച്ച് അതിഷ്ടല്ല. അപ്പൊ നിങ്ങളോട് മൗലവിക്ക് ഇഷ്ടമാണ് മരിക്കാന്ന് വെച്ചാൽ അല്ല, മരിക്കാൻ സംഭവം 19 കഴിക്കണമെങ്കിലും മരിക്കാൻ ചോദിച്ചാൽ ഇപ്പം അതൊരു പക്ഷെ നിശ്ചയിക്കപ്പെട്ട ആയുസ് നമുക്ക് നിശ്ചയിക്കപ്പെട്ടതാ. മരിക്കാൻ പൂതി വെക്കണമെന്നും പറഞ്ഞിട്ടില്ല, മരിക്കാൻ കൊതിക്കരുത് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ഇഷ്ടക്കേട് ഉണ്ടാകരുത്. എപ്പോ വേണമെങ്കിലും റബ്ബെന്നെ വിളിച്ചാൽ സന്തോഷത്തോടെ ആ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് യാത്ര പറയാൻ സന്നദ്ധനാകണം മുഅ്മിൻ. അങ്ങനെ റസൂലോട് വിശേ നമസ്കരിക്കുന്നവരോട് ഹബീബ് പറഞ്ഞൊരു വാചകമുണ്ട്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, വിട ചോദിക്കുന്നവന്റെ, യാത്ര പറയുന്നവന്റെ നമസ്കാരം നീ നമസ്കരിക്കണം. മഗ്‌രിബ് നിസ്കരിച്ചു വന്ന ആൾക്കാരല്ലേ നമ്മൾ? മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ നമ്മൾ എങ്ങനെ നിസ്കരിച്ചത്? എന്താണ് ഈ വിട ചോദിക്കുന്നവൻ? ഇതെൻ്റെ ദുനിയാവിലെ അവസാനത്തെ വക്താണ്. ഇനി ഇശാ നമസ്കരിക്കാൻ ഈ ദുനിയാവിൽ ഞാൻ ഉണ്ടാകില്ലെന്ന ബോധത്തോടെ നിസ്കരിക്കണം. ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ സംസാരിക്കണ എനിക്കും കേൾക്കണ നമുക്ക് ഓരോരുത്തർക്കും എന്തുറപ്പുള്ളത്? നമ്മൾ ഈശ പോയി നിസ്കരിക്കുന്ന എന്തുറപ്പുള്ളത്? നമ്മൾ പറഞ്ഞു ഈശൻ്റെ മുമ്പ് നമ്മൾ പരിപാടി നിർത്തണം അല്ലേ? എന്തിന്? ഈശ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഈശ നിസ്കരിക്കാൻ ഞാനും നിങ്ങളും സ്വബോധത്തോടെ ഹയാത്തിൽ ആഫിയത്തോടെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുമെന്നതിന് എന്തുറപ്പുള്ളത്? അതുകൊണ്ട് റസൂൽ പറയാണ്, നമസ്കരിക്കാൻ ലഭിക്കുന്ന ഓരോ വക്തും നമസ്കരിക്കുമ്പോൾ അവസാനത്തെ നിസ്കാരം ഈ ദുനിയാവിലെ അവസാനത്തെ വക്താണ്. എനിക്ക് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ഡോക്ടറെ പോയി കാണിച്ചു, എന്തൊക്കെയോ ചില അസ്വാഭാവികതകൾ കണ്ടു. ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ എന്തോ ഒരു ടെസ്റ്റ് പറഞ്ഞു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ട് പറഞ്ഞു, പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, സ്റ്റേജ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുകണ്, 4th സ്റ്റേജിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് നീട്ടി വലിച്ച് ചുരുക്കി ഇതാക്കി പറയാതെ നേർക്കുനേരെ പറഞ്ഞാൽ ഇനി അധികം നാളൊന്നും ഉണ്ടാകൂല എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ഭക്തിയൊക്കെ നമ്മൾ നിസ്കാരത്തിൽ ഇങ്ങോട്ട് വരും. എൻ്റെ കാര്യം ഇനി അധികം എനിക്ക് ഈ ദുനിയാവിൻ്റെ ഉപരിതലത്തിൽ നമസ്കരിക്കാൻ കഴിയില്ല. എണ്ണപ്പെട്ട ഭക്തകൾ മാത്രമേ ഇനി ഞാൻ ഇവിടെ നമസ്കരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകുന്നുള്ളതുള്ള ബോധ്യം വരുമ്പോഴാണ് ഈ റസൂൽ പറഞ്ഞ വാചകം നമ്മുടെ ഉള്ളിലേക്ക് വരിക. സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ,
യാത്ര ചോദിക്കുന്നവന്റെ, വിടവാങ്ങുന്നവന്റെ നമസ്കാരം നിസ്കരിക്കണം. അത് നിസ്കാരമായാലും ശരി, ജുമ ആയാലും ശരി, ഒഴിവാക്കിയതും നഷ്ടപ്പെടുത്തി കളഞ്ഞതൊക്കെ നമുക്ക് ശരിക്കും ഓർമ്മ വരും. മരണത്തോടുള്ള അനിഷ്ടമെന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. മനുഷ്യർ ദുനിയാവിന് അമിതമായ പ്രാധാന്യം നൽകുന്നു. ദുനിയാവ് ജീവിക്കണം, ജീവിക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. അല്ലാഹുവിന്റെ അടുക്കലുള്ള പാരത്രികമായ ഭവനത്തെയാണ് വിശ്വാസികളെ നിങ്ങൾ കൊതിക്കേണ്ടത്. ജീവിക്കുന്നത് ദുനിയാവിലായതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ ഓഹരി നിങ്ങൾ ഒരിക്കലും മറന്നു ജീവിക്കുകയും ചെയ്യണ്ട. മുഅ്മിനിന്റെ പ്രാർത്ഥന പറഞ്ഞപ്പോ, വല്ലദീന യഖൂലൂന റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, ഈ ജീവിക്കുന്ന ദുനിയാവിലെ ജീവിതത്തിൽ നന്മ നൽകണേ പടച്ചവനെ, വഫിൽ ആഖിറതി ഹസനതൻ, പരലോകത്തും നന്മ നൽകണേ, വഖിനാ അദാബന്നാർ, നരകത്തിലെ കഠിന കഠോരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവിൽ നന്മ വേണം, ആരാ വേണ്ടെന്ന് പറഞ്ഞത്? പക്ഷേ ദുനിയാവിലെ നന്മകളെക്കാൾ പരലോകത്തിലെ നന്മക്ക് പ്രാധാന്യം കൊടുക്കണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ അല്ല പറയാണ്. എന്നാൽ അവർ ദുനിയാവിനാണ് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത്. അള്ളാഹു പറഞ്ഞ ദുനിയാവിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം, പക്ഷേ പരലോകത്തെക്കാൾ താരതമ്യേന കുറവായിരിക്കണം. പരലോകത്തിന് നിങ്ങൾ കുറച്ച് കൂടുതൽ കൊടുക്കണം. കാരണം എന്താ? ദുനിയാവ് നിങ്ങൾ മരിക്കണോട് തീരും, പരലോകം എന്താ? നിങ്ങൾ മരിക്കണോട് തുടങ്ങും. അതാ വ്യത്യാസം. ദുനിയാവ് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട്, എത്രയൊക്കെ ഉണ്ട്, ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, ദുനിയാവിൻ്റെ പ്രത്യേകത മരിക്കോട് തൊഴും. ഞാൻ ചെറിയൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. നമുക്ക് ദുനിയാവിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ, നമുക്കുള്ളതായിട്ട് നമ്മൾ കാണുന്നൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മുടെ ഖബറിൻ്റെ വക്കത്ത് വരെയുള്ളൂ അതിനൊക്കെയുള്ള സ്ഥാനം. ചെറിയ ഉദാഹരണം ഞാൻ പറയാം, ഏറ്റവും സിമ്പിളായി പറഞ്ഞുതരാം. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ കൊണ്ടതിൽ വേണ്ട? നമ്മളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പോയി കണ്ട് ഉറപ്പിച്ച് കാരണവന്മാർ കൂടി ഡേറ്റ് ഫിക്സ് ചെയ്ത് നിക്കാഹായി എൻഗേജ്മെൻറ്റായി ഒക്കെ ഇതാക്കി കല്യാണമൊക്കെ നിക്കാക്ക് നടത്തി. നമ്മളെ വിശ്വാസം എന്താ? എൻ്റെ ഭാര്യ അവൾ എൻ്റേതു മാത്രമാണ്, അല്ലേ? ഒരു പുരുഷൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് എൻ്റെ ഭാര്യ എൻ്റേതു മാത്രം. അവളുടെയും അഹങ്കാരമാണ് അദ്ദേഹം എൻ്റേതു മാത്രമാണ്. എൻ്റേതു മാത്രമെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്ന സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നാണ് നമ്മുടെ ജീവിത സഖി. അത് ഭർത്താവായാലും ഭാര്യയായാലും. നിങ്ങൾക്കറിയാം, അതിനുപോലും ദുനിയാവിൽ ഒരു ഉറപ്പില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ അടിച്ചുകൊണ്ടുള്ള കാര്യമല്ല ഞാനീ പറഞ്ഞത്. ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്നാൽ പിറ്റേന്ന് മറ്റൊരാളുടെ ഭാര്യയെ പറ്റി ദുനിയാവിൽ. ഇതിനേക്കാൾ ദുനിയാവിനെ നന്നായി പഠിപ്പിച്ചു തരാൻ ഏത് മസ്ല നമുക്ക് വേണ്ടത്? ഇതിനേക്കാൾ വലിയൊരു മസല. നമ്മൾ ഒരു മനുഷ്യൻ്റെ ഓരോ വീടും ഓരോ മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ്, സ്വപ്ന ഭവനങ്ങളാണ് ഓരോ ഭവനങ്ങളും, ഓരോ മണിമാളികളും, ഉയർന്നു നിൽക്കുന്ന ഓരോ മണിമാളികളും. പക്ഷേ ഒരായുഷിൻ്റെ കഠിനാധ്വാനം കൊണ്ട് അത് മുഴുവൻ ഉണ്ടാക്കിയ മനുഷ്യൻ മരിച്ച് മണ്ണിലേക്ക് പോയാൽ ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം അതോടുകൂടി തീർന്നു. അത് വേറൊരുടേതായ മാറുകയാണ്. ഒരു പുരുഷായുസ് കൊണ്ട് ഒരു മനുഷ്യൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്ക് മുഴുവൻ പുതിയ അവകാശികൾ പിറക്കുകയാണ്. ഇരുന്ന കസേരയിൽ തൊട്ടടുത്ത ദിവസം ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റിംഗ് കൂടാൻ, ആ പൊസിഷൻ അടുത്ത ആളെ ഏൽപ്പിക്കണം. ആളില്ലാതിരിക്കാൻ പാടില്ല. കസേരയിൽ ആള് വേണം, സ്ഥാനത്ത് ആള് വേണം. പ്രസിഡന്റ് ആയാലും മഹല്ലായാലും സെക്രട്ടറി ആയാലും ബോസ് ആയാലും CEO ആയാലും MD ആയാലും മാനേജർ ആയാലും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഫാനിയായ നശിച്ചു പോകാവുന്ന ദുനിയാവിന്റെ പുറകെ പോകല്ലേ, ബാക്കിയായ അവശേഷിക്കുന്ന പരലോകത്തിന്റെ പുറകെ നിങ്ങൾ ഓട്. മനുഷ്യരെ, ബുദ്ധിശൂന്യരാകല്ലേ. നിമിഷ നേരത്തിന്റെ ആയുസ് മാത്രമുള്ളതിന്റെ പുറകെ ഓടല്ലേ. ഒരിക്കലും അവസാനിക്കാത്ത അറ്റമില്ലാത്തതിന്റെ പുറകെ ഓട്. കാരണം ഇവിടെ കിടന്ന് ഓടിയിട്ട് ഓട്ടവിടെ തീരും.
പിന്നെ കിടക്കുകയാണ് ജീവിതം. അതിന് യാതൊന്നും ബാക്കി ഉണ്ടാവില്ല. അതിനു വേണ്ടി ഓടിയിട്ടില്ല. ഓടി 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 തളർന്ന് ഓട്ടത്തിനിടക്കൽ മരിച്ചു വീഴുന്നത് ഇവിടെ വെച്ചിട്ടാ. പക്ഷേ കിടക്കുകയാണ് ജീവിക്കാൻ ഇനിയും. അതുകൊണ്ടാണ് സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ പലരും മരിക്കാൻ നേരത്ത് സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ടി കരയാണ്. എന്താ കാരണം എന്നറിയോ? അവർ പറഞ്ഞു സഫറുൻ തവീൽ. ചോദിച്ചു പോലും പോയിട്ടല്ല, നിങ്ങൾ മരിക്കാൻ കിടക്കാൻ, നിങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഈ ദീനിനു വേണ്ടി ഇത്ര അധികം സേവനം ചെയ്ത് നിങ്ങൾ എന്തിന് കരയണം, നിങ്ങൾ എന്തിന് വിഷമിക്കണം? അവർ പറഞ്ഞു മറുപടി സഫറുൻ തവീൽ, എനിക്ക് പോകാനുള്ള യാത്ര ലോങ്ങാണ്, എൻ്റെ ജേണി വളരെ ലോങ്ങാ. പക്ഷേ സാദുൻ ഖലീൽ, ആ യാത്രക്ക് എൻ്റെ കയ്യിലുള്ള പാഥേയം വളരെ കുറവാണ്, മെറ്റീരിയൽസ് കുറവാണ്. യാത്രയിലുടനീളം എത്തി നിൽക്കുമാറുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല എന്നതാണ് അവരുടെ സങ്കടമെങ്കിൽ. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒറ്റ പരിഹാരമേ ഉള്ളൂ, രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിലേക്ക് മടങ്ങുക എന്നതല്ലാതെ, പൂർണ്ണമായി നിരുപാധികമായി അള്ളാഹുലേക്ക് മടങ്ങിപ്പോവുക. വേറൊരു ചിന്തയില്ല, വേറൊരു പരിഹാരമില്ല, ഒരു സൊല്യൂഷനും ഇല്ല. ഏത് സൊല്യൂഷനും നമ്മൾ അനുഭവിക്കുന്ന അസ്തിത്വ പ്രതിസന്ധിയാകട്ടെ, ഭരണരംഗത്താകട്ടെ, വിശ്വാസരംഗത്താകട്ടെ, സ്വഭാവരംഗത്താകട്ടെ, ആചാരരംഗത്താകട്ടെ, ആർഭാടങ്ങളിലാകട്ടെ, മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടുപോയ പ്രതാപം തിരിച്ചു കിട്ടാൻ അള്ളാഹുലേക്ക് മടങ്ങിപ്പോവുകയല്ലാതെ വേറൊരു പരിഹാരമില്ല, വേറൊരു പരിഹാരമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് നുബുവത്തിന്റെ ബാധ്യതയുമായി കടന്നു വരുമ്പോ നിങ്ങൾക്കറിയോ, പുറത്തൊന്ന് ഇറങ്ങി നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അർക്കം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലിരുന്നിട്ട് സ്വകാര്യമായി ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലേ എന്ന്. ഇസ്ലാമിക പ്രബോധനം നടത്ത എങ്ങനെ? ഹാള് വിളിച്ചിട്ടേ, AC ഇട്ടിട്ട്, മൈക്കിട്ടിട്ട്, ക്യാമറ വെച്ചിട്ടല്ല. വീട്ടിലേക്ക് പതുക്കെ ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ട് അർക്കമിന്റെ വീട്ടിലിരുന്നിട്ട് റസൂല പറഞ്ഞു കൊടുക്കും പതുക്കെ. എങ്ങനെ നിങ്ങൾക്കറിയോ? സ്വീകരിച്ച ഇസ്ലാം കഅബാലയത്തിന്റെ മുമ്പിൽ, ഏത് കഅബ? ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ലോകത്തിന് ഹുദയായി, വിശ്വാസികൾക്കുള്ള മാർഗദർശനമായി, ഭൂമിക്കുമീതെ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട ഭൂമിയുടെ സെന്ററായ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി പരസ്യമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സഹാബത്തിന് പറയാൻ പറ്റുമായിരുന്നില്ല. കഅബന്റെ മുമ്പിൽ, ഏത് കഅബ? അള്ളാനെ മാത്രം ആരാധിക്കണമെന്ന് വിളിച്ചു പറയാൻ ലോകത്താദ്യമായി ആദം നബിയിലൂടെ പടുത്തുയർത്തപ്പെട്ട, ഇബ്രാഹിം നബിയുടെ പുനർനിർമ്മിക്കപ്പെട്ട കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് അശ്ഹദു അല്ലാ എന്ന് പറയാൻ അടിച്ചിട്ട് തല കറങ്ങി ബോധം രഹിത കെട്ട് വീണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി മസ്ഊദ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, റസൂലേ ഞാനൊന്ന് പോയിട്ട് അവിടെ പോയി പ്രഖ്യാപിക്കട്ടെ. ഇത് ദീന് കിട്ടുമ്പോൾ ഉള്ളിലേക്ക് കയറുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഒരു ബൂസ്റ്റിങ്, ആവേശം കൊണ്ട് പറഞ്ഞു ഞാൻ കഅബന്റെ മേലെ കയറി പ്രഖ്യാപിക്കും. റസൂൽ പറഞ്ഞു വേണ്ട അബ്ദുല്ല, വേണ്ട അബ്ദുല്ല, ഒന്നാമത് ജാവതില്ലാത്ത ആളാ, ശത്രുക്കളെ കൈക്ക് ഏറൂല ചെന്ന് കഴിഞ്ഞാല്. ഇല്ല റസൂലെ ഞാൻ പോയി പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പോയി പ്രഖ്യാപിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ച ആളെ കാണാനില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാണുകൾക്ക് വരുന്നു കാണില്ല. റസൂൽ ഒരാളെ പറഞ്ഞിട്ട് പോയോക്ക്. ചെന്നപ്പോൾ അടി കൊണ്ട് ബോധം കെട്ട് കമന്ന് കിടക്കുന്നുണ്ട് മരുഭൂമിയിൽ, മണലിൽ. എടുത്തിട്ട് തോളിലേറ്റി കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ച് ബോധം വീണപ്പോൾ അദ്ദേഹം വീണ്ടും എന്നിട്ട് പോകാൻ നോക്കുക. റസൂൽ ചെവിടുക്കുക, അല്ല റസൂലെ ഞാൻ ഫുള്ളാക്കിയിട്ടില്ല, അത് ബാക്കി കൂടി പോയിട്ട് പറയണം. അള്ളാഹു റസൂൽ അബ്ദുല്ല ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ആവശ്യക്കണം. അത്രയും പ്രതിസന്ധികളിലാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദർശ പ്രബോധനവുമായി നുബുവത്തുമായി കടന്നു ചെന്നത്. എന്നാൽ ആ പ്രതിസന്ധികളിലൂടെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടൊരു കാലുണ്ടായി. നമ്മളോട് NRC ഒക്കെ വന്ന് നിങ്ങളൊക്കെ വാപ്പാൻ്റെ വെല്ലിപ്പാൻ്റെ ഒക്കെ ഇതിവിടെ വല്ലതും ഉണ്ടോയെന്നൊക്കെ ഒന്ന് അടയാളപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ രേഖക്ക് ഓടി അങ്ങോട്ടാടിങ്ങനെ നമുക്ക് ഇപ്പം തന്നെ ബേജാറായി. നമ്മളുള്ളിൽ ഓടിച്ചു വിട്ടു ജനിച്ച നാട്ടിൽ നിന്ന് സഹാബത്തിനെയും വിശ്വാസികളെയും. എന്തിന് ഒരു രാജ്യദ്രോഹം ചെയ്തിട്ടല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒറ്റ കാരണത്താൽ. യുഖ്രിജൂന റസൂല വ ഇയ്യാകും അൻ തുഅ്മിനൂ ബില്ലാഹ്, അള്ളാഹുവിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണമുള്ളൂ. പോയില്ലേ
സ്വന്തം കൂടും കുടുക്കെടുത്ത് ഭാര്യയും മക്കളെയും സമ്പത്തും സന്താനങ്ങളും, അതാണ് ഞാനും നിങ്ങളും. അതാ വ്യത്യാസം. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ഒരായുഷ് കൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയത് മുഴുവൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എടുത്തോ, എനിക്ക് ആ വിശ്വാസം അനുസരിച്ച് ജീവിച്ചേ പറ്റുള്ളൂ, എനിക്ക് അതിനേക്കാൾ വലുതൊന്നുമല്ലതും എന്ന് ഇട്ടിട്ട് പോയി. നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുണ്ട്. അതിൽ ഓരോ ആയത്തുകൾക്കും ഓരോ പശ്ചാത്തലങ്ങളുണ്ട്. അതിൽ ആയത്താ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ തന്നെയും വിറ്റുകളഞ്ഞവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. പ്രവാചകരെ, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്വന്തത്തെ തന്നെയും വിറ്റുകളഞ്ഞ മനുഷ്യരുണ്ട്. റസൂലേ, നിങ്ങൾക്കറിയാം, ആയത്തുകളെ മറിച്ചു നോക്കിയാൽ അതിന്റെ തഫ്സീർ വായിക്കുമ്പോ അന്നഹാ നസലത് ഫീ സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹു, മുഫസ്സിറുകൾ പറയാൻ സുഹൈബ് ഇബ്നു സിനാൻ റൂമിയുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണിത്. എന്താ പ്രത്യേകത? റോമുകാരനായ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിയെ കുറിച്ച് കേട്ടിട്ട് ആ റോമിൽ നിന്ന് വരികയാണ്, മക്കത്ത് വരികയാണ്, വിശ്വസിക്കുകയാണ്, റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്യുകയാണ്. ആ ശിഷ്ടമുള്ള ചെറുപ്പം ആ മക്കയിൽ കഴിച്ചുകൂട്ടി സമ്പാദിക്കുകയാണ്, നല്ലതുപോലെ സമ്പത്തുണ്ടാക്കി. സഹാബത്ത് പറയുന്നുണ്ട്, ഖുറൈശികൾ പറയുന്നുണ്ട്, അറബികൾ പറയുന്നുണ്ട്. ആ ഹിജറയുടെ രംഗം വന്നപ്പോ, ഹിജറയുടെ സമയം വന്നപ്പോ സുഹൈബ് ഹിജറ പോവുകയാണ് മദീനയ്ക്ക്. വഴിയിലെ ശത്രുക്കൾ അറബികൾ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, എവിടുക്ക ഞാൻ പോവാണ്, എൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ഞങ്ങളെ സമ്മതിക്കില്ലല്ലോ, റസൂൽ ഞങ്ങളൊക്കെ പോവാണ്. എവിടേക്ക് പോകണം? മദീനയ്ക്ക്. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഓട്ടമുക്കാലിന് ഗതിയില്ലാത്തവനായിട്ട് വന്നോനാജി മാത്രല്ല, ഞങ്ങളെ നാട്ടുകാരും കൂടി വരുത്തനാ, റോമിന്ന് ഇങ്ങോട്ട് വന്നതാ. തദ്ഹബു മലിക്കൻ, പോകുന്നത് ഇത് മുഴുവൻ ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിന് സമ്പാദ്യ, കൊണ്ടാൻ പറ്റൂല. ചോദ്യം, ഇതങ്ങോട്ട് തന്നാൽ, ഇതങ്ങോട്ട് ഏൽപ്പിച്ചു തന്നാൽ എൻ്റെ വഴിക്ക് പോകാൻ വിടുമോ? അത് തന്നാ പോകാം, കുഴപ്പമൊന്നുമില്ല. ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം രണ്ടാമതൊന്ന് ചിന്തിക്കാതെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് മദീനയ്ക്ക് പോയി. എനിക്കറിയ സംഭവത്തിന് സാക്ഷികളില്ല. എൻ്റെ സാക്ഷി മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവാണ്. മദീനയിലേക്ക് ഇങ്ങോട്ട് നടന്നിട്ടേ ചെരുപ്പൊക്കെ തേഞ്ഞുപോയി, ചെരുപ്പൊക്കെ പൊട്ടിപ്പോയി, കാലിൽ മുറിവുകൾ വന്ന് നീര് വന്നിട്ട് ചോര ഒലിക്കുന്ന വാറുന്ന കാലുമായിട്ട് മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇങ്ങനെ ചെല്ലുകയാണ്. നടന്ന് ചെല്ലുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്താ എത്തിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയാൻ, റബ്ബി ഹൽ ബൈ, റസൂലുള്ളാഹി പറഞ്ഞ വാചകമാണ്, റബ്ബി ഹബൈ സുഹൈബിൻ, സുഹൈബിന്റെ കച്ചവടം ലാഭകരമായി എന്നാണ്. സുഹൈബ് എന്താ കച്ചവടം നടത്തിയത്? ഒരു ആയുസ് മുഴുവൻ ഉണ്ടാക്കിയൊക്കെ എന്ത് ചെയ്ത് കുറെ ശത്രുക്കൾ കൊണ്ടുപോയി. ഇതാ കച്ചവടം. റസൂലുള്ളാഹി പറയാണ്, സുഹൈബിന്റെ കച്ചവടം ലാഭകരമായി. ഉമർ ഖത്താബ് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, അള്ളാഹു താങ്കളുടെ കച്ചവടം ലാഭത്തിലാക്കിയല്ലോ. തിരിച്ച് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആരുടെയും കച്ചവടം നഷ്ടത്തിലാക്കാതിരിക്കട്ടെ എന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് വമിനന്നാസ്, മനുഷ്യരിലുണ്ട് ചിലർ, മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ തന്നെയും വിറ്റുകളഞ്ഞ മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം, ഏതാനും മിനിറ്റുകളുള്ളൂ. ഞാൻ ഓതിവെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സൂറത്ത് ഹദീദിലെ 16-ാമത്തെ ആയത്തെ ഞങ്ങൾ ഓതി കേൾപ്പിച്ചത്. ആ 16-ാമത്തെ അല്ലാഹ് ചോദിക്കാൻ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക്, അല്ലാഹുവിൽ നിന്ന് അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങുവാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനുമുള്ള സമയമായില്ലേ? അല്ലാഹുവിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണകളിലേക്ക് കീഴൊതുങ്ങാൻ, അതിലേക്ക് തിരിച്ചു പോകാൻ, മടങ്ങിപ്പോകാനുള്ള നേരായില്ലേ? മുൻഗാമികളെ പോലെ ആകാതിരിക്കുക. ജൂത ക്രിസ്ത്യാനികളെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്കെന്താ സംഭവിച്ചത്? ഫത്വാല അലൈഹിമുൽ അമദു, ആ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോയി, ഒരുപാട് കാലം ദുനിയാവിൽ ജീവിച്ചു ഇങ്ങനെ. അപ്പോഴോ ഫഖസത് ഖുലൂബുഹും,
അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. എന്നിട്ട് അല്ലാഹു പറയുന്നു വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിലെ അധികം ആളുകളും അധർമ്മകാരികളായി കൊണ്ട് മാറിയെന്നാണ്. ഈ ആയത്തിറങ്ങാൻ ഒരു പ്രത്യേകമായി പശ്ചാത്തലം ഉണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താ അറിയോ? ഇബ്നു അബി ഹാത്തിം പറയാണ്, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് ഒരു തരം മാന്ദ്യത നേരിട്ടുന്ന ഒരു മന്ദപ്പേ, ദീന്, അതുപോലെ തന്നെ ആരാധനകള്, ഇസ്ലാമിക ഐഡന്റിറ്റി, സ്വഭാവം, വിശ്വാസം, ആദർശം, ഉത്തരവാദിത്വം, ജീവിത ലക്ഷ്യം, ഇതൊക്കെ എന്ത് ചെയ്തു? ഇതിലൊക്കെ ഒരു മന്ദപ്പ്, ഒരു മാന്ദ്യത നേരിടുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചു തുടങ്ങിയത് മുതൽ 13 കൊല്ലത്തിനിടക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു? അള്ളാഹു അവരെ ആക്ഷേപിച്ചിറക്കിയ ആയത്താണ്. അവർ ആക്ഷേപിച്ചിറക്കിയ ആയത്താണ്. അള്ളാഹു ചോദിക്കുകയാണ്, അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികളെ നിങ്ങൾക്ക് നേരായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് കീഴുതുങ്ങാനുള്ള നേരായിട്ടില്ലേ എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് അള്ളാഹു റസൂൽ ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിനിടയിൽ 4 സംവത്സരങ്ങൾ അല്ലാതെ ഉണ്ടായിട്ടില്ല. 4 സംവത്സരങ്ങൾക്കിടയിലാണ് അള്ളാഹു ഞങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് ഈ ആയത്തിറങ്ങിയതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ മദീനയിൽ വന്നപ്പോൾ മക്കയിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചു. പക്ഷെ മദീനയ്ക്ക് എത്തിയപ്പോൾ കുറച്ചൊക്കെ സുഖങ്ങൾ കിട്ടാൻ തുടങ്ങി. ഏറ്റെടുക്കാൻ ആൾക്കാർ, സൗകര്യങ്ങൾ, സുഖങ്ങൾ, കുറച്ച് അധികാരങ്ങൾ, സൗകര്യങ്ങളൊക്കെ, പള്ളിയായി, സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിസന്ധികളിലാണ് എന്ത് ചെയ്യുക? ഈമാനും വിശ്വാസവും ആവേശവും അധ്വാനമൊക്കെ ഉണ്ടാവുക. പക്ഷെ സുഖങ്ങൾ ഇങ്ങനെ കൂടുമ്പോഴേ മുസ്ലിം ഉമ്മത്തിനൊക്കെ സംഭവിച്ചു തന്നെയാണ്. പട്ടിണിയും പരിവട്ടങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലായ്മകളും വല്ലായ്മയുള്ള കാലത്തൊന്നും നമുക്കൊരു കുഴപ്പമുണ്ടായില്ല. സൗകര്യങ്ങളും സുഖങ്ങളും മറ്റൊക്കെ ആയപ്പോൾ എന്ത് ചെയ്യും? പതുക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ മുമ്പുണ്ടായിരുന്ന വിഷമൊക്കെ മാറി. അങ്ങനെ മുമ്പത്തെ നിലപാടിൽ അല്പമൊക്കെ ചെറിയ അയവുകൾ ഇങ്ങനെ വന്നു എന്നാണ്. അപ്പം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് നേരായിട്ടില്ലേ? നിങ്ങൾ സുഖമൊക്കെ കിട്ടി ഇങ്ങനെ ആസ്വദിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ഇതിൽ പതുക്കെ അങ്ങനെ അള്ളാഹു പറഞ്ഞ 2 കാര്യങ്ങളാണ്. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയും ബോധവും നിലനിർത്തുക, ഖുർആനിൻ്റെ ഉത്ബോധങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുക, അതിലൊട്ടും അയവ് വരാത്ത വിധം സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് വിനയവും തഖ്വയും നിറഞ്ഞതായിക്കൊണ്ട് ജീവിക്കുക. 2ാമത്തെ കാര്യം, യഹൂദികളും ക്രിസ്ത്യാനികളുമാകുന്ന പൂർവ്വവേദക്കാർക്ക് അവരുടെ ആദ്യകാലങ്ങളിൽ നേർമാർഗത്തിൽ ജീവിച്ച ആൾക്കാർ ഒരു നേരിൽ തൗറാത്തും ഇഞ്ചീലൊക്കെ അനുസരിച്ച് ജീവിച്ചവരാദ്യം, പിന്നെ പതുക്കെ ഇന്ന് കാലക്രമേണ ഹൃദയം ദുഷിച്ചുപോയി തോന്നിവാസത്തിൽ മുഴുകി തെമ്മാടിത്തങ്ങളും അക്രമങ്ങളുമായി എത്തിയിരുന്ന അവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകരുത്. ആ ഉമ്മത്തുകളെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത് എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ താക്കി നൽകുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് പരിപൂർണമായി തിരിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കണം. അതല്ലാത്ത ഒരു മാർഗവുമില്ല, ഒരു സൊല്യൂഷനില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംസാരം, ഈ ഇരുത്തം എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കും മാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിത രീതികളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് ഒരു തിരിച്ചുനോട്ടം, ഒരു എത്തിനോട്ടം റമളാൻ കടന്നു വരികയാണ്. ഏറ്റവും നല്ല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനും നമ്മുടെ പോരായ്മകൾ തിരുത്താനും നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്താനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ യോഗ്യരാക്കി മാറ്റുമാറാവട്ടെ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, ഇണകളോടൊപ്പം, മക്കളോടൊപ്പം അള്ളാഹു ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. സംഭവിച്ചു പോയതെല്ലാം അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിലും തഖ്വയിലും അള്ളാഹു നമ്മുടെ ജീവിതം ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ദീന് നിലനിർത്തി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റുമാറാവട്ടെ. അള്ളാഹു ഇസ്സത്തും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദീനിൻ്റെ ശത്രുക്കൾക്ക് അള്ളാഹു എല്ലാ തരത്തിലുമുള്ള തകർച്ചയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.